ഇന്നത്തെ നമ്മുടെ യാത്ര കൊടൈക്കനാലിലേക്കാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി കൊടൈക്കനാലിലെ പ്രധാന ഡെസ്റ്റിനേഷനുകൾ ഒഴിവാക്കി ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം. രാത്രി 12:30-ക്ക് പത്തനംതിട്ട ജില്ലയിലെ വെച്ചുച്ചിറയിൽ നിന്നും യാത്ര പുറപ്പെട്ട ഞങ്ങൾ നേരം പുലർന്നു തുടങ്ങിയപ്പോഴേക്കും ബത്തലഗുണ്ട് എത്തിയിരുന്നു. ഇവിടെ നിന്നും 58 കിലോമീറ്റർ ദൂരമാണ് കൊടൈക്കനാലിലേക്കുള്ളത്. ബത്തലഗുണ്ടിൽ നിന്നും കൊടൈക്കനാലിലേക്കുള്ള യാത്രയിൽ ഏകദേശം 19 കിലോമീറ്റർ പിന്നിടുമ്പോൾ മഞ്ഞളാർ ഡാമിൻ്റെ മനോഹര ദൃശ്യങ്ങൾ ഇടതുവശത്തായി കാണാൻ സാധിക്കും. മഞ്ഞളാറിന് കുറുകെ ജലസേചന ആവശ്യങ്ങൾക്കായാണ് മഞ്ഞളാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് കുറച്ചപ്പുറത്തായി ഒരു വ്യൂ പോയിന്റുമുണ്ട്. അവിടെയുള്ള വാച്ച് ടവറിന് മുകളിൽ നിന്നും തലയ്യാർ വാട്ടർഫാൾസിൻ്റെയും മഞ്ഞളാർ ഡാമിൻ്റെയും വിദൂര ദൃശ്യങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് കൊടൈക്കനാലിൽ റൂം എടുത്ത് ഫ്രഷായ ശേഷം ഗ്രാമങ്ങളിലേക്ക് പോകാനാണ് പ്ലാൻ. കൊടൈക്കനാലിലേക്ക് പ്രവേശിക്കുന്നതിന് ഇപ്പോൾ ഇ പാസ് നിർബന്ധമാണ്. പ്രവേശിക്കുമ്പോൾ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ടോൾ ബൂത്ത് ഉണ്ട്. ഇ പാസ് കാണിക്കേണ്ടതും ഇവിടെയാണ്. കാറിന് 60 രൂപയാണ് എൻട്രി ഫീസ്. ഇവിടെ നിന്നും മുമ്പോട്ട് നീങ്ങുമ്പോൾ വലതുവശത്തായി സിൽവർ കാസ്കേഡ് വാട്ടർഫാൾസ് കാണാം. ടൗണിലേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്നത് മലനിരകളിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന 100 കണക്കിന് ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ്. ഈ നാട്ടുകാരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള ഹോം സ്റ്റേകൾ. ഇവിടെ നിന്നും രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര തുടരാം എന്ന് കരുതി വണ്ടി ഒതുക്കിയപ്പോഴേക്കും റൂം വേണോ, ജീപ്പ് സഫാരി വേണോ എന്നൊക്കെ ചോദിച്ച് കുറേ ആളുകൾ ചുറ്റും കൂടി. ஒரு 4 கட் எடுத்திங்கன்னா மொத்தம் 2000 தான். ஒரு ஹாலுக்குள்ளே டபுள் கட் வரும், இல்லை ஒரு சிங்கிள் கட்டு அதுக்குள்ளே ஒரு ரெஸ்ட் ரூம் வரும், அது எடுத்தால் 2000. இல்லை ஒரு ஹாலில் 2 பெட்ரூம் 2 அட்டாச் எடுத்து எடுத்தால் 3500 4000 வரும். അങ്ങനെ കൂടെ കൂടിയ ഒരാൾ കുറച്ച് റൂമുകൾ കൊണ്ട് കാണിച്ചു. അതിൽ ഈ കാണുന്ന റിസോർട്ടിൻ്റെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടുവെങ്കിലും ഇതിനു ചുറ്റും കാട്ടുപോത്തുകൾ കൂട്ടമായി നടക്കുന്ന കാഴ്ച ഞങ്ങളെ ഒന്ന് ആശങ്കയിലാക്കി. ബാഹുബലി സിനിമയിൽ കണ്ടതുപോലെയുള്ള യമണ്ടൻ ഐറ്റംസ് ആണ് ആളുകൾക്കിടയിലൂടെ കൂളായി നടക്കുന്നത്. എന്നാൽ ഇവിടെ ഇത് സാധാരണ കാഴ്ചയാണെന്നും മനുഷ്യരെ ഒന്നും ചെയ്യില്ല എന്നും റിസോർട്ടിലെ ജീവനക്കാർ പറഞ്ഞു. ശബരിമല വനമേഖലയിൽ ആളുകൾക്കിടയിലൂടെ നടക്കുന്ന കാട്ടുപന്നികളെയാണ് അപ്പോൾ ഓർമ്മ വന്നത്. ആ ധൈര്യത്തിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു. അല്പനേരം വിശ്രമിച്ച് ഒന്ന് ഫ്രഷായ ശേഷം ഞങ്ങൾ റൂമിൽ നിന്നും ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് കൂക്കൽ, മന്നവന്നൂർ, പൂണ്ടി, പൂമ്പാറ ഗ്രാമങ്ങളിലേക്കാണ്. പൂമ്പാറ, കൂക്കൽ, മന്നവന്നൂർ വനമേഖലയിലുണ്ടായ കാട്ടുതീയിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ
ആയിരക്കണക്കിന് ഏക്കർ വനഭൂമി കത്തി നശിച്ച നിലയിലാണ്. കാടും മരങ്ങളും കരിഞ്ഞതിൻ്റെ ഗന്ധം ഇപ്പോഴുമുണ്ട്. യാത്രയിലുടനീളമുള്ള പച്ചപ്പും പ്രകൃതി ഭംഗിയും പ്രതീക്ഷിച്ചു വന്ന ഞങ്ങൾക്ക് നിരാശയും ഒപ്പം ഭീതിയും ജനിപ്പിക്കുന്നതായിരുന്നു ആ കാഴ്ചകൾ. ആദ്യം നമ്മൾ പോകുന്നത് കൊടൈക്കനാലിൽ നിന്നും 26 കിലോമീറ്റർ അകലെയുള്ള കൂക്കൽ ഗ്രാമത്തിലേക്കാണ്. ഇവിടുത്തെ ഒരു പ്രധാന സ്പോട്ടായി പലരും പറഞ്ഞു കേട്ട ഒരു സ്ഥലമാണ് കൂക്കൽ ലേക്ക്. എന്നാൽ അത് അത്ര വലിയൊരു സംഭവമായൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ഒരു പക്ഷേ ഞങ്ങൾ പോയ സമയത്തിൻ്റെയും കാലാവസ്ഥയുടെയും ഒക്കെ പ്രശ്നമാകാം. അവിടെ അധിക സമയം പാഴാക്കാതെ ഞങ്ങൾ യാത്ര തുടർന്നു. ഈ റൂട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊരു ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിക്കുകയാണ് പ്രധാനം. അതിനുശേഷം ഞങ്ങൾ പോയത് മന്നവന്നൂരിലുള്ള ചെമ്മരിയാട് ഫാം കാണാനാണ്. ഇന്ത്യൻ റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിൽ 1965 1340 ഏക്കറോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സതേൺ റീജിയണൽ റിസർച്ച് സെന്റർ ഇവിടെ ആരംഭിക്കുന്നത്. ചെമ്മരിയാട് മുയൽ ഫാമുകളാണ് ഇവിടെയുള്ളത്. ഫാമിനുള്ളിലേക്ക് കയറിയാൽ വിശാലമായ പുൽമേടും ചെറിയ മുട്ടക്കുന്നുകളും തടാകവും ഒക്കെ ചേർന്ന അതിമനോഹര കാഴ്ചയാണ്. അത്യാവശ്യം ലഘുഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ കടകളും കുതിരസവാരി പോലെയുള്ള ആക്ടിവിറ്റികളും ഒക്കെ ഇവിടെയുണ്ട്. കൊടൈക്കനാലിൽ എത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇത്. ഈ പ്രദേശങ്ങളിലേക്ക് പോകുന്നവർ കൊടൈക്കനാൽ ടൗണിൽ നിന്ന് തന്നെ വാഹനങ്ങളിൽ ആവശ്യത്തിന് ഇന്ധനം നിറയ്ക്കാനും ATMൽ നിന്നും അത്യാവശ്യത്തിനുള്ള പൈസ എടുത്ത് കയ്യിൽ കരുതാനും മറക്കരുത്. ഗ്രാമങ്ങളിലേക്ക് എത്തുമ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് വളരെ കുറവാണ്. അത്യാവശ്യം കോളുകളൊക്കെ ചെയ്യാൻ ചിലയിടങ്ങളിൽ സാധിക്കുമെങ്കിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വളരെ കുറവാണ് ഈ മേഖലയിൽ. എല്ലാ യാത്രകളിലും കുറച്ച് ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കുന്നത് പതിവാണ്. അങ്ങനെ പകർത്തിയ ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.